ഇടയ്ക്ക് ദീപക് ആത്മഹത്യ ചെയ്ത സമയത്ത് ഫേസ്ബുക്കിലും, അതായത് പുള്ളിക്കെതിരെ പുള്ളി ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ കുറെ പുരോഗമന എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. തെറ്റാണെന്നാണ് ഞാനും പറഞ്ഞത്. കാരണം അയാൾ ആത്മഹത്യ ചെയ്യാറുണ്ട്. പോടി പുല്ലേ എന്ന് പറയണ്ട, നീ വേണ്ടൊന്ന് യൂട്യൂബിൽ കൊണ്ട് ഉണ്ടാക്കുമെന്ന് പറയണ്ട. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. നമ്മുടെ തന്നെ ടൗണിനകത്തുള്ള ഒരു പെൺകുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആളെ പേര് ഞാൻ പറയുന്നില്ല, ഒരു അറക്കല. കേരളത്തിൽ കാണേണ്ട ഏറ്റവും വലിയ ലക്ഷ്മി ദേവിയാണ്, മനസ്സിലായി? നീ ദേവി വാ തുറന്നാൽ അവള് പഠിപ്പിക്കുന്ന പിള്ളേരെ കാര്യമൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. എവളാണ് ഈ അക്ഷരമിട്ട് ജീവിക്കുന്ന സ്ത്രീയുടെ കൂടെ പോയി ഒരുത്തന്നെ കരികയിലൊഴി. ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക് 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങള്? പോയി അവിടുന്ന് വിഷം വിറ്റ് ജീവിക്കുന്നത്. എന്ത് തേങ്ങയായാലും കുഴപ്പമില്ല. അവിടെ നിന്നുകൊണ്ട് അടുത്ത പ്രസ്ഥാനം പറഞ്ഞു. അടുത്ത് ഞങ്ങൾ പോകുന്ന ശാന്തുള്ള ദിനേശിന്റെ വീട്ടിലേക്കാണ്. എന്റെ അവിടെ വന്നിരുന്ന് എഴിഞ്ഞേ പോകുള്ളായിരുന്നു. ഞാൻ കാലിനെ തല്ലി ഒടുക്കിയില്ലേ. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. എനിക്ക് പാറു എന്ന് പറഞ്ഞൊരു നായുണ്ട്. ഞാനും അവളും മാത്രം മതി, വേറെ ആരും എനിക്ക് വേണ്ട. അവളെ രണ്ടിന്റെയും കാലിനെ ഞാൻ തല്ലി ഒടുക്കി. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. എഴഞ്ഞു പോയനെ ചേട്ടാ സൂക്ഷിച്ചു, ചേട്ടാ മുഖത്ത് മഷി ഒഴുകി. മഷിയല്ല, തേങ്ങ ഒഴിക്കും. അവളെ അച്ഛൻ ഒരു ചുമ്മൻ ചിരിക്കണം. ഈ പറഞ്ഞവളെയൊക്കെ തന്തമാര് ഒരു ജന്മം കൂടെ ചിരിക്കണം. എന്റെ ദേഹത്ത് മഷി ഒഴിക്കും. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു തന്തയില്ലാത്തവനാ. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. തന്തേക്കാൾ മോശം. തന്തേക്കാൾ മോശം. തന്തേക്കാൾ മോശം. അതെനിക്കറിഞ്ഞൂടാ. തന്തേക്കാളും മോശം. തന്തയ്ക്ക് ഒരു കൈക്കുറ്റം പറ്റിയതാണ് ഇതുപോലുള്ള വിടക്കുള്ള ഉണ്ടാക്കിയത്. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ